ഹായ് ഗൈസ്, മണി And I'm Anu. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മളൊരു സിനിമ കാണാൻ പോയിരുന്നു. ഏതാണ് സിനിമ? നരിവേട്ട. അപ്പം നരിവേട്ടയുടെ ഒരു ഓണസ്റ്റ് അഭിപ്രായം. അതെ, അഭിപ്രായം റിവ്യൂ എല്ലാവരും ഇടുവല്ലേ, അപ്പൊ നമ്മൾ നമ്മുടെ ഓണസ്റ്റ് അഭിപ്രായം മാത്രം രേഖപ്പെടുത്താം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ഇതിൽ സംഭവം ഇത്രയേ ഉള്ളൂ. ആ സിനിമ തനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? അല്ല, ഇഷ്ടപ്പെടാൻ എല്ലാം നല്ലതായിരുന്നു. ഒരു കുറ്റം എടുത്തു പറയാൻ ആ സിനിമയ്ക്കില്ല. പക്ഷേ ഇൻ മൈ വ്യൂ, എൻ്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. സത്യം, കുറ്റം പറയാനായിട്ടൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അമേസിങ് ആയിരുന്നു അല്ലേ? ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് അത് ആക്ച്വലി വേർത്ത് ആണെന്ന് എനിക്ക് തോന്നി. തനിക്ക് എന്ത് തോന്നി? എനിക്ക് അങ്ങനെ തോന്നിയില്ല. എനിക്ക് ഇപ്പം ഈ സിനിമ നമുക്ക് OTT-യിലും കാണാം. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയൊന്നും അല്ല. അതെ. പിന്നെ ഇപ്പം പക്ഷേ അത് ഞാൻ പറയാൻ വാട്ട് ഐ സെഡ്, നമുക്ക് കുറ്റം പറയാൻ എന്തുകൊണ്ടില്ലാത്ത, ബിക്കോസ് ആസ് എ ഡയറക്ടർ അനുരാജ്, ഇറ്റ്സ് എ സെക്കൻഡ് മൂവി. ഓ ആണല്ലേ? ഫസ്റ്റ് ഏതായിരുന്നു? ഇഷ്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് അതും ഒരു സെക്കൻഡ് മൂവി ആയതേ ഉള്ളൂ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ഇറ്റ്സ് എ ഫാസ്റ്റ് മൂവിങ് സിനിമ. അതെ, അല്ല പുള്ളി ഡയറക്ഷൻ നൈസ് ആയിട്ടുണ്ടായിരുന്നു. എക്സിക്യൂഷൻ വാസ് നൈസ് ഓഫ് ദ ഹോൾ മൂവി. അത് വെച്ച് ഷെയ്ൻ, അതും ആദ്യത്തെ സിനിമ വാസ് ഓൾസോ ഗുഡ്. ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഒരു യങ് കപ്പിൾ ഓൺ റോഡ് ആൻഡ് ദേ ബീങ് ഹറാസ്ഡ് ബൈ അതേഴ്സ്. അതൊരു ആക്ച്വലി ഇവിടെ നടക്കുന്ന കാര്യമായിരുന്നു. സോ അനുരാജ്, ഇഫ് വി സീ ദ മൂവീസ് ആർ ഓൾ പ്രൊഡക്റ്റ് ഓഫ് ദ സൊസൈറ്റി. സത്യമാണ്, അതൊരു വലിയൊരു പോസിറ്റീവ് ആയിട്ട് നമ്മുടെ നാട്ടിൽ എന്തോ നടക്കുന്നത്, അതിന്റെ ഒരു വെരി ആക്ച്വൽ വിഷ്വലൈസേഷൻ ആയി സിനിമ. അതെ, നമ്മൾ വഴുതി പോകുന്നു. അപ്പൊ ഇതിനകത്ത് എന്താ ഇതിലും ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, ആ ഒരു നേച്ചറിലല്ലേ, അത് ഭയങ്കര രസമാണ്. എനിക്ക് ഇൻഫാക്ട് അതിന്റെ ആ സ്റ്റോറി ടെല്ലിംഗ് പ്രോസസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ടൊവിനോയിനെ ആ ഒരു ഗ്രാമപ്രദേശത്തു നിന്ന്, പുള്ളിക്കൊന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയിൽ നിന്ന് ഒരു പോലീസ് അല്ലെ, ആ മൂവ്മെന്റ് ഓഫ് ദ മൂവി വാസ് സംതിങ് റിയലി നൈസ്. എക്സാക്ട്ലി, ഇറ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്, ഇൻട്രസ്റ്റിംഗ്. വെരി നൈസ്. ആൻഡ് ഒരു IPS ഓഫീസർ ഒരാൾ വരില്ലേ, ആ ഒരു തമിലിയൻ, ഐ ഫൊഗോട്ട് ഹിസ് നെയിം. പക്ഷെ എന്തായാലും പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. എടുത്തു പറയാനാണെങ്കിൽ സുരാജ് ഇസ് വെരി ഗുഡ്. സുരാജ് സപ്പോർട്ടിംഗ് ക്യാരക്ടർ ഭയങ്കര നല്ല ഒരു ആക്ടിംഗ്. കുറച്ചും കൂടെ ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കായിരുന്നു എന്ന് തോന്നി, അല്ലെങ്കിൽ കുറച്ചും കൂടെ സമയം അല്ലേ. ഹിസ് ക്യാരക്ടർ ഗോസ് അവേ, വി മിസ് ഹിം. അതെ, സുരാജ് ഏട്ടൻ പൊളിയായിരുന്നു. നല്ല ഒരു ആക്ടിംഗ് ആയിരുന്നു, നല്ല റോൾ ആയിരുന്നു. ഭയങ്കര ആസ് എ സപ്പോർട്ടിംഗ് ആക്ടർ ഇറ്റ് വാസ് വെരി ഗുഡ് റോൾ ആൻഡ് വെരി വെൽ ഡൺ. ടോവിനോയുടെ ആക്ടിംഗ് ആയാലും അതെ. പക്ഷെ അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ടോ, നമ്മുടെ പാവം ടൊവിനോ ഈ ഫുൾ മൂവിൽ സങ്കടപ്പെട്ടു. ഐ തിങ്ക് അതാ ആക്ച്വൽ നമ്മുടെ യൂത്തിൽ നടക്കുന്ന കാര്യം, ദാറ്റ് വി ആർ ഓൾവേസ് ഡിസപ്പോയിന്റഡ്. ഇപ്പം നമ്മൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടുണ്ട് ഓൾറെഡി. സോ ഐ എം ജസ്റ്റ് ടെല്ലിംഗ് that if you don't like, and again guys, ഇത് കാണാത്തവർക്ക് ഇതൊരു സ്പോയിലർ അലേർട്ട് ആണ്. I'm so sorry. പക്ഷേ അല്ല, സ്പോയിലർ അലേർട്ട് അല്ല. Still, what I'm trying to say is, whatever if the person is not happy what he is doing, he will end up very frustrated. Very true, very starting thought he is not happy with his life, his current situation, and he wants to do something big. Because of family pressure, he ends up doing something very low. അതെ, because he aspired to do something else. അതാണ് നമ്മൾ ആക്ച്വലി അതൊരു നല്ലൊരു പാഠമാണ്. ഫാമിലീസ് we should end up doing what we want to do, what we need to do. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ലൈഫ് റിഗ്രറ്റും. അതെ, അതിനകത്ത് സുരാജ് ചേട്ടനും അതിനകത്ത് കറക്റ്റ് ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് നിനക്കിത് നീ ജോലിയായിട്ട് കാണണ്ടാ, ഇത് ജീവിതമായിട്ട് കാണുക, അപ്പൊ നിനക്കത് സുഖം തോന്നും. ബട്ട് ആ കാര്യങ്ങളും ആ ഡയലോഗ്സ് ഒക്കെ പറയാൻ ഈസിയാ, പക്ഷെ ടു അഡാപ്റ്റ് ആസ് എ യൂത്ത്, എക്സാക്ട്ലി, അത് പ്രാക്ടിക്കലി നമുക്ക് അക്സെപ്റ്റൻസ്. ഇപ്പൊ നമുക്ക് തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാ. ഇഫ് someone tells you not to do this, it is so difficult to accept it that I can't do this. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം
അപ്പം ഈ സിനിമ വാട്ട് ഐ ഫീൽ ആൻഡ് സെക്കൻഡ് തിങ് വാട്ട് ഐ ഫീൽ ഐ വിൽ നെവർ സജസ്റ്റ് എനി വൺ ബിലോ 15 years ടു ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഈ ട്രൈബൽ വയലൻസ് അല്ലെങ്കിൽ പോലീസ് പൊളിറ്റിക്സ് ഇതൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ ഐ ഡോണ്ട് തിങ്ക് സോ they are ready to face this. It's a harsh reality. അപ്പം ഒരു above 15 ആണെങ്കിൽ they will be able to see it more. ആൻഡ് ഇത് പിള്ളേരുടെ ജോണർ അല്ല. അതെ, അത് തീർച്ചയായിട്ടും. ഇതെന്തായാലും ജോണർ അഡൽട്സ് ആയിട്ടോ അഡൽട്സ് എന്നല്ല, കുറച്ച് മെച്ചോർഡ് കാറ്റഗറി ഉള്ള പീപ്പിളിനുള്ളൊരു മൂവിയാണ്. അപ്പൊ പിള്ളേരെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സമ്മർ വെക്കേഷൻ സിനിമയൊന്നും അല്ല. പിന്നെ മ്യൂസിക് പറയാനാണെങ്കിൽ ട്രൈബൽ മ്യൂസിക് ഫോർ ദ സ്ക്രിപ്റ്റ് ഫോർ ദ മൂവി ഇറ്റ്സ് ഫ്ലോയിങ്. അതെ, പക്ഷേ ആസ് എൻ ഓഡിയൻസ് തനിക്ക് വേറെ ഏതെങ്കിലും മൂവി ആയിട്ട് കമ്പയർ ചെയ്യുന്നത് അയ്യപ്പൻ കോശി അല്ലെ എനിക്കും തോന്നി. അതെ അതിന്റെ മ്യൂസിക് വെരി ട്രൂ. അത് ഇറ്റ്സ് വെരി എൻഗേജിങ് ആൻഡ് കാപ്റ്റിവേറ്റിംഗ് ട്രൈബൽ മ്യൂസിക്. അതെ, അഗൈൻ ഗൈസ് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈ മ്യൂസിക് ഈ മൂവിക്ക് ജസ്റ്റിസ് ചെയ്യുന്നില്ലെന്നൊന്നുമല്ല, ഇറ്റ് ഈസ് റിയലി നൈസ്. പക്ഷെ നമ്മൾ ആസ് എൻ ഓഡിയൻസ് വി ഹാവ് ഓൾറെഡി സീൻ, നമുക്ക് ഒരു നമ്മളൊന്നും കണ്ടിട്ടുണ്ടല്ലോ ട്രൈബൽ ആയിട്ട് നമ്മൾ. അതെ, അത് ഭയങ്കര ഫേമസ് ആയ കാച്ചി പെപ്പി ട്രൈബൽ സോങ്സ് നമ്മൾ ഓൾറെഡി കേട്ടത്. അതെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത് ഓക്കെ ദിസ് കുഡ് ഹാവ് ബീൻ നൈസർ അല്ലെ ബെറ്റർ എന്ന്. പക്ഷെ ദിസ് ഇസ് റിയലി നൈസ്. പക്ഷേ the best part about this tribal concept is dialect. ലാംഗ്വേജ് ഭയങ്കര കൃത്യമായിട്ട് they have done it. Very true. അവരുടെ ആ സംസാരവും എല്ലാം. അതെ. പക്ഷെ ഇതിനിടയിൽ ഒരു ജോക്കായിട്ട് ഞാൻ പറഞ്ഞു വിടുവാണ്, അതിനാരും എന്താ പറയാ ദുർവ്യാഖ്യാനിക്കരുത്. നമ്മൾ പണ്ടൊരു മൂവി ഉണ്ടായിരുന്നു ബാംബു ബോയ്സ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് ഇതേപോലത്തെ ഒരു സംസാരമൊക്കെ ഞാൻ അന്ന് കേട്ട പോലൊരു ഓർമ്മ. ഇപ്പം അത് എനിക്ക് ഓർമ്മയുണ്ടോന്നില്ല അറിയത്തില്ല. പക്ഷെ പഴയൊരു മൂവിയാണ്, മണിച്ചേട്ടനും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു മൂവിയാണ്. അടിപൊളിയാണ് ബാംബു ബോയ്സ് എന്ന് പറഞ്ഞിട്ട്. സമയം കിട്ടുമ്പോൾ അതൊന്ന് കണ്ടു നോക്കുക എല്ലാവരും. എന്തായാലും അതേപോലെ എനിക്കൊന്ന് തോന്നി. പക്ഷെ എന്നാലും അവരുടെ ആ ഡയലക്റ്റും അവരുടെ ആ ലാംഗ്വേജും അവരുടെ ആ ഒരു സംസാരവും ആ പ്രോപ്പർ ട്രൈബൽ ഫീൽ നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ട എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഫീൽ ആയത് അതിനകത്തൊരു പട്ടി ഉണ്ടായിരുന്നു. അതെ, അതൊരു വലിയൊരു രസമായിരുന്നു കേട്ടോ. നന്നായിട്ട് ആ പട്ടിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല, പക്ഷെ നൈസ് ക്യാരക്ടറായിരുന്നു ആ പട്ടിയും. പിന്നെ അതിനകത്തുണ്ടായിരുന്ന കുഞ്ഞുങ്ങളും അതും എടുത്തു പറയണ്ടേ, നന്നായിട്ട് അവർക്ക് കൊടുത്ത റോൾസ് ഒക്കെ അവര് ആക്ടിങ് ഡയലോഗ് ഡെലിവറി എവറിത്തിങ്. അതാ പറയണേ, കുറ്റമായിട്ട് പറയാനൊന്നുമില്ല. പക്ഷേ വി ഹാവ് സീൻ ദിസ് പൊളിറ്റിക്കൽ സിനാരിയോ ലൈക്ക് ഈ പോലീസ്. ഈ സിനിമ കാണുമ്പോഴും നമുക്ക് തോന്നും നമ്മളിത് എവിടെയോ കണ്ടു മറന്ന ഒരു കഥ പോലെ തന്നെ നമുക്ക് തോന്നും. അല്ലാണ്ട് ഇത് നത്തിങ് എന്താ പറയാ ന്യൂ എന്ന് പറയാനായിട്ട്. പിന്നെ ഇറ്റ്സ് ജസ്റ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഡാർക്ക് പോലീസ് സിസ്റ്റം. അതെ, ഇറ്റ്സ് നോട്ട് സംതിങ് ന്യൂ, ഇറ്റ്സ് നോട്ട് സംതിങ് യുണീക്ക്. പക്ഷെ വാട്ട് വി ഹാവ് സീൻ ഇൻ അയ്യപ്പൻ കോശി അല്ലെങ്കിൽ ജനഗൺമൻ, അതിന്റെ എല്ലാത്തിനും ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ്. ആ സിനിമയും അയ്യപ്പൻ കോശി അല്ലെങ്കിൽ ഈ പോലീസ് നെഗറ്റീവ് അതിന്റെ ഒരു നെക്സ്റ്റ് ചാപ്റ്റർ. ജസ്റ്റ് അനദർ ചാപ്റ്റർ. ഓവറോൾ ഒരു നൈസ് എക്സ്പീരിയൻസ് ഫോർ മെച്ചോർ പീപ്പിൾ. ഇപ്പം നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു വീക്കെൻഡിൽ പോയി നല്ലപോലെ, ഇപ്പം ഈവൻ ഫോർ വീക്ക് ഡേസ് ആസ് വി വെന്റ് ഫോർ എ വീക്ക് ഡേ ടു കിൽ ദ ടൈം, ഇറ്റ് ഇസ് എ ഗുഡ് മൂവി ടു ഗോ ആൻഡ് വാച്ച്. അല്ലെങ്കിൽ വിത്ത് ഫാമിലി യു ക്യാൻ വാച്ച് ഇറ്റ് അറ്റ് OTT. ഇറ്റ്സ് എ ഗുഡ് മൂവി. കണ്ടുകൊണ്ടിരിക്കാൻ there is nothing wrong, there is nothing bad. പക്ഷെ പിള്ളേർക്ക് വേണ്ടി ഇച്ചിരി കൂടെ വയലൻസ് ഇൻ അഡൾട്ട് ആ ഒരു ക്യാരക്ടറും പിന്നെ അവരുടെ എന്താ പറയാ ക്രൈമും പിന്നെ അതിനകത്ത് നടക്കുന്ന വയലൻസും അതൊക്കെ ചിലപ്പോൾ പിള്ളേർക്ക് അതൊരു ഇത്തിരി വിഷമായിട്ട് തോന്നുമ്പം എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ ഞങ്ങൾക്ക്. ബാക്കി എല്ലാം നല്ലതാണ്. ടോവിനോസ് ആക്ടിംഗ്, I mean Tovino as we can relate to Tovino's character as a youth. True. അതെ. ഇപ്പം എല്ലാ PSC aspirants can actually go and connect with. അതെ, അത് നന്നായിട്ട് കണക്ട് ആവും കേട്ടോ. ഞങ്ങളും കുറെ PSC ഒക്കെ എഴുതിയത്. അപ്പോൾ ആ PSCയുടെ ഇത് വെച്ച് നമുക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അതിന്റെ ഒരു വിഷമങ്ങളും പിന്നെ റാങ്ക് ലിസ്റ്റ് വരാത്തതും ആ കാര്യങ്ങളും എല്ലാം ഇതിനകത്തുമുണ്ട്. ഇതിലും കുറെ സോഷ്യൽ സിനാരിയോസ് ഇൻക്ലൂഡ്, ഇപ്പം സോഷ്യൽ കൾച്ചർ ഫാക്ടേഴ്സ്,
ഫ്രം ടൊവിനോസ് ഫാമിലി അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് പെർസ്പെക്റ്റീവ്സിനെ അതൊക്കെ എല്ലാം ഭയങ്കര ക്ലിയർ ആയിട്ട് ഭയങ്കര നാച്ചുറൽ അതെ, വളരെ നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് അതിനകത്ത് ഭയങ്കര ഹൈലൈറ്റ്. അതായത് ഒരു ചെറുക്കനൊരു കാശില്ലെങ്കിൽ ആ പെണ്ണ് ചെറുക്കനെ സപ്പോർട്ട് ചെയ്യുന്നതും അങ്ങനത്തെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഒക്കെ അതിനകത്ത് നന്നായിട്ട് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇഫ് നമ്മൾ നോക്കുവാണെങ്കിൽ ഫോർ സമ്മൺ ഹൂ ഇസ് നോട്ട് ഫ്രം കേരള it is very culturally sound movie because ഇതിൽ കാണിക്കുന്നുണ്ട് ദാറ്റ് ഹൗ എ ലേഡി ഒരു അമ്മയായാലും ഒരു ഗേൾ ഫ്രണ്ട് ആയാലും ഹൗ ദേ ആർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആൻഡ് സപ്പോർട്ടിങ് ദ മെൻ. വെരി ട്രൂ. നമ്മുടെ ഇപ്പം ഫോർ കേരള ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്. അതെ, പണ്ട് മുതലേ നമ്മുടെ വീട്ടിലെല്ലാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഇപ്പം ഫോർ us it is not something new, പക്ഷേ ഔട്ട്സൈഡ് കേരള ഇറ്റ് ഈസ് എ ഗുഡ് പ്രൊജക്ഷൻ ഓഫ് കേരള സൊസൈറ്റി വുമൻ. സോ അത് ഭയങ്കര നല്ല ഒരു പെർസ്പെക്റ്റീവ് ആണ്. അത് അനു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. നമ്മുടെ ഈ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു മൂവി അതിനിടെ വന്നായിരുന്നല്ലോ. അപ്പൊ ആ മൂവിയിൽ കേരളത്തിനെ അവര് ഭയങ്കര റോങ് ആയിട്ട് പോർട്രേ ചെയ്ത പോലെ എനിക്ക് ഫീൽ ആയിരുന്നു. അതൊരു ടോട്ടലി ഡിഫറെന്റ് ജോണറായി. പക്ഷെ അതല്ല ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അത് അവര് ഭയങ്കര നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്തു. പിന്നെ വേറൊരു മൂവിയിൽ, ആ മൂവിയുടെ പേര് ഞാൻ പറഞ്ഞു, എന്തോ കിച്ചൺ സംതിങ്, ഐ ഫർഗോട്ട് ദി നെയിം, ഇന്ത്യൻ കിച്ചൺ, റൈറ്റ്? അപ്പൊ അതിനകത്തും വേറൊരു പെർസ്പെക്റ്റീവായിട്ട് കാണിച്ചു. അതേപോലെ ഇപ്പൊ ഇതും നന്നായിട്ട് ഇത് പോർട്രേ ചെയ്തിട്ടുണ്ട്. സോ വിച്ച് ദിസ് ബേസിക്കലി സേസ് യുനോ ആ ഒരു വിമൻ സൈഡ് നന്നായിട്ട് അവര് അതിനെ പോർട്രേ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ സിനിമ ഹാസ് ബീൻ ദ പാർട്ട് ഓഫ് our society only. പക്ഷേ നമ്മളിപ്പം റിലേറ്റ് വിത്ത് വാട്ട് വി ക്യാൻ റിലേറ്റ് ഇസ് ദ കോൺസെപ്റ്റ് ഓർ ദ പ്രൊജക്ഷൻ ദേ ഹാവ് ഷോൺ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഇന്ത്യൻ കിച്ചൺ ഇല്ല, നമ്മുടെ വീട്ടിൽ ഇപ്പം കേരള സ്റ്റോറീസ് നടക്കുന്നില്ല. വി ആർ ലക്കി ഇനഫ് ടു ഡു അല്ലേ? പക്ഷേ സോ വാട്ട് ഐ ക്യാൻ റിലേറ്റ് വാസ് മോർ ഓഫ് ദ പ്രൊജക്ഷൻ വാട്ട് Anuraj has done for this movie. So I think that is what we feel. അപ്പൊ എന്തായാലും ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓണസ്റ്റ് അഭിപ്രായങ്ങളാണ് ഇത്. ഞങ്ങളുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഇതിൻ്റെ അടിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് നമുക്ക് സന്ധിക്കാം. ബൈ ബൈ.